ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് പെപ്പർ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. ഈ ബീഫ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ട് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് 1 മണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്തിന് പ്രത്യേകിച്ചിട്ടൊരു അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുക്കറിലിട്ടിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടോ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് വേവായി വരുമ്പോഴേക്കും അതിലേക്ക് ചേർക്കേണ്ട ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിലൊക്കെ നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ സവാളയും തക്കാളിയും കൂടി ഒന്ന് അരച്ചെടുത്ത പേസ്റ്റാണ്. അത് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും പച്ചച്ചുവ ഒന്ന് മാറി കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ചുവന്ന മുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി, അതും 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടി. നമ്മൾ പെപ്പർ റോസ്റ്റ് ആണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ ബീഫ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാലപ്പൊടികളുടെയും നമ്മുടെ തക്കാളിയുടെയും സവാളയുടെ ഒക്കെ പച്ചച്ചുവ നന്നായിട്ട് മാറി കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്ന വരെ ഇത് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ബീഫിൽ ഇങ്ങനെ മസാല പൊതിഞ്ഞിരിക്കണം ആ ഒരു പരുവം വരെ വറ്റിച്ചെടുക്കുക. ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഒരു ഇത്തിരി നേരം കൂടെ കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കുക. ബീഫ് പെപ്പർ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി അടുത്ത പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.